empowering women in Christ. ഹല്ലേലൂയ. ഷെക്കേന ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. പ്രശല്ല പ്രോഗ്രാമിന്റെ ഈ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച പഴയ നിയമത്തിലെ റൂത്തിന്റെ പുസ്തകത്തിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തത്. റൂത്തിനെ കർത്താവ് അനുനിമിഷം എന്ന പോലെ കരം പിടിച്ച് നടത്തിയ വിധങ്ങൾ നമ്മൾ കണ്ടു. വിശ്വസ്തയോടെ റൂത്തിനെ പരിപാലിച്ച ആ ദൈവത്തെയാണ് നമ്മൾ റൂത്തിന്റെ പുസ്തകത്തിൽ കണ്ടുമുട്ടിയത്. സങ്കീർത്തകനായ ദാവീദ് 36-ാം അധ്യായം അവിടെ 5-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: കർത്താവേ, അങ്ങയുടെ കാരുണ്യം ആകാശത്തോളം എത്തുന്നു, വിശ്വസ്തത മേഘങ്ങൾ വരെയും. ദാവീദ് രാജാവ് കർത്താവിന്റെ കരുണയെയും കർത്താവിന്റെ വിശ്വസ്തതയെയും പ്രകീർത്തിക്കുകയാണ്. നമ്മൾ പഠിച്ചതാണ് റൂത്തിന്റെ പുസ്തകത്തിൽ കർത്താവ് വിശ്വസ്തതയോടെ എപ്രകാരമാണ് റൂത്തിനെ പരിപാലിച്ചു പോന്നതെന്ന്. നമ്മുടെ അനുദിന ജീവിതത്തിലും വിശ്വസ്തതയോടെ നമ്മെ പരിപാലിക്കുന്ന, എത്രമാത്രം കഷ്ടങ്ങളിലൂടെ ആണെങ്കിലും ബുദ്ധിമുട്ടുകളിലൂടെ ആണെങ്കിലും എല്ലാം വിശ്വസ്തതയോടെ നമ്മെ കൊണ്ടു നടക്കുന്ന നമ്മുടെ കർത്താവിനെ നമുക്കൊന്നു ചേർന്ന് സ്തുതിക്കാനായിട്ട് ഒരുങ്ങാം. ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ തകർന്നു പോകാതെ, തളർന്നു പോകാതെ നമ്മെ കരം പിടിച്ച് നമുക്ക് വേണ്ട പാത തുറന്നു തന്ന് നമ്മെ മുൻപോട്ട് നയിക്കുന്ന നമ്മുടെ സർവശക്തനായ കർത്താവിനെ നമുക്കൊന്നു ചേർന്ന് നാം ആയിരിക്കുന്നിടത്തിരുന്ന് സ്തുതിച്ച് ആരാധിക്കാം. ഐക്യത്തോടെ, ഏക മനസ്സോടെ നമ്മുടെ രാജാവിനെ നമുക്ക് സ്തുതിച്ച് പാടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഈശോയെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. വിശ്വസ്തയോടെ ഞങ്ങളെ പരിപാലിക്കുന്ന, അനുനിമിഷം ഞങ്ങളെ നയിക്കുന്ന, കരം പിടിച്ച് നടത്തുന്ന കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന. എത്ര സ്തുതിച്ചാലും മതി വരില്ല, എത്ര വർണ്ണിച്ചാലും കൊതി തീരില്ല. എത്ര സ്തുതിച്ചാലും മതി വരില്ല, എത്ര വർണ്ണിച്ചാലും കൊതി തീരില്ല. സ്വന്തം ജീവൻ തന്നെ വീണ്ടെടുത്തവൻ, തന്റെ മകനായി എന്നെ ഏറ്റവൻ. സ്വന്തം ജീവൻ തന്നെ വീണ്ടെടുത്തവൻ, തന്റെ മകനായി എന്നെ ഏറ്റവൻ. നന്ദി എന്നും ഉള്ളം തുള്ളി പാടിടും, നിന്റെ നാമമെന്നും എന്റെ നാവ് ഘോഷിക്കും. നന്ദി എന്നും ഉള്ളം തുള്ളി പാടിടും, നിന്റെ നാമമെന്നും എന്റെ നാവ് ഘോഷിക്കും. യേശുവേ നീ രക്ഷകൻ, ആർത്തു പാടിയിടും ഞാൻ. യേശുവേ നിൻ സാക്ഷിയായി ജീവിച്ചിടും ഞാൻ. യേശുവേ നീ രക്ഷകൻ, ആർത്തു പാടിയിടും ഞാൻ. യേശുവേ നിൻ സാക്ഷിയായി ജീവിച്ചിടും ഞാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ യേശു പറയുകയാണ്, കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് സാക്ഷ്യമായി ജീവിക്കും, ഞങ്ങൾ അങ്ങയോട് ചേർത്ത് നടക്കുമെന്ന് ഞങ്ങൾ യേശു പറയുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളെ പരിപാലിച്ചു പോകുന്ന ദിനങ്ങൾക്കായി നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണുനീരിൽ നിന്നും എന്റെ കണ്ണുകളെ, വീഴ്ചയിൽ നിന്നും എന്റെ കാലുകളെ. കണ്ണുനീരിൽ നിന്നും എന്റെ കണ്ണുകളെ, വീഴ്ചയിൽ നിന്നും എന്റെ കാലുകളെ. മരണത്തിൽ നിന്നും എന്റെ പ്രാണനെ സർവശക്തൻ കരുണയാൽ വിടുവിച്ചു. മരണത്തിൽ നിന്നും എന്റെ പ്രാണനെ സർവശക്തൻ കരുണയാൽ വിടുവിച്ചു. നന്ദി എന്നും ഉള്ളം തുള്ളി പാടിടും, നിന്റെ നാമമെന്നും എന്റെ നാവ് ഘോഷിക്കും. നന്ദി എന്നും ഉള്ളം തുള്ളി പാടിടും, നിന്റെ നാമമെന്നും എന്റെ നാവ് ഘോഷിക്കും. യേശുവേ നീ രക്ഷകൻ, ആർത്തു പാടിയിടും ഞാൻ. യേശുവേ നിൻ സാക്ഷിയായി ജീവിച്ചിടും ഞാൻ. യേശുവേ
രക്ഷകൻ. ആർത്തു പാടിയിടും ഞാൻ യേശുവേ നിൻ സാക്ഷിയായി ജീവിച്ചിടും ഞാൻ, ജീവിച്ചിടും ഞാൻ, ജീവിച്ചിടും ഞാൻ, ജീവിച്ചിടും നയിക്കുന്ന കർത്താവേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഈശോയെ ആരാധന. ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ മാതാവേ, കർത്താവിനോട് ചേർന്ന് ജീവിതം മുഴുവൻ ഈശോയ്ക്ക് സന്തോഷം നൽകി ജീവിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ, ഞങ്ങളുടെ ജീവിതങ്ങളും പരിപൂർണമായും ഈശോയ്ക്ക് സന്തോഷം നൽകുന്നതായി തീരുവാനായി അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, തിരുക്കുടുംബത്തിന്റെ പാലക, ഞങ്ങളുടെ കുടുംബങ്ങൾ കർത്താവിനോടുള്ള വിശ്വസ്തതയിൽ മുന്നേറുവാൻ ആ ഒരു അഭിഷേകവും കൃപയും ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് ലഭിക്കുവാൻ യോസേപ്പ് പിതാവേ പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ, ആമേൻ. യേശുക്രിസ്തുവിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ റൂത്തിന്റെ പുസ്തകത്തിൽ നിന്നുമാണ് കർത്താവ് എന്താണ് പറയുന്നതെന്ന് കേട്ടുകൊണ്ടിരുന്നത്. റൂത്തിന്റെ പുസ്തകത്തിൽ വളരെയേറെ കഷ്ടപ്പാടുകൾക്കും സഹനങ്ങൾക്കും ഒക്കെ അവസാനം റൂത്തിനെ കർത്താവ് എപ്രകാരം കൈപിടിച്ചു നടത്തി എന്ന് നമ്മൾ കണ്ടു. ഒടുവിൽ ബെത്ലഹേമിൽ എത്തിയ റൂത്തിനെ ബോവാസ് വിവാഹം ചെയ്യുന്നതും തുടർന്ന് അവർക്ക് ഓബദ് എന്ന കുഞ്ഞുണ്ടാകുന്നതും നമ്മൾ പഠിച്ചു. അങ്ങനെ ഇല്ലായ്മയിൽ നിന്നും വളരെയേറെ കഷ്ടപ്പാടുകളിൽ നിന്നും കുടുംബജീവിതം തകർന്ന ഒരവസ്ഥയിൽ നിന്നും റൂത്തിനെ കർത്താവ് കരം പിടിച്ചു കൊണ്ടുവന്ന് പരിശുദ്ധ ബൈബിളിൽ ഇടം നേടുമാറ് അത്രയധികം കർത്താവ് റൂത്തിനെ ഉയർത്തുകയായിരുന്നു. സങ്കീർത്തകനായ ദാവീദ് രാജാവിന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് മദറായി റൂത്ത് മാറുന്നതാണ് നമ്മൾ കാണുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് റൂത്തിന്റെ അമ്മായി അമ്മയായ നവോമിയെ കുറിച്ചാണ്. ആദ്യ ദിവസം നമ്മൾ പറഞ്ഞതാണ് റൂത്തിനെയും നവോമിയെയും വേർതിരിച്ച് പഠിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണെന്ന്. കാരണം പുസ്തകത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ അവർ ഒരുമിച്ചാണ് യാത്ര ചെയ്യുന്നത്. നവോമി എന്ന അമ്മയിൽ നിന്ന്, ആ ഒരു അമ്മായി അമ്മയിൽ നിന്ന് ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനായിട്ടുണ്ട്. കർത്താവ് നമുക്ക് നൽകുന്ന ഈ പാഠങ്ങൾ വളരെ ശ്രദ്ധയോടെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വന്തമാക്കാം. നവോമി നമ്മൾ പഠിച്ചതാണ്. നവോമിയും റൂത്തും ആദ്യ സമയത്ത് ഒത്തിരിയേറെ സഹനങ്ങളിലൂടെ, കഷ്ടപ്പാടുകളിലൂടെ, വേദനയിലൂടെ എല്ലാം കടന്നുപോയി. തുടർന്ന് എന്താണ് സംഭവിച്ചതെന്ന് നമുക്കൊന്ന് നോക്കാം. റൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. അപ്പോൾ നവോമി മരുമക്കളോട് പറഞ്ഞു. മരുമക്കളായ ഓർഫായെയും റൂത്തിനെയും വിളിച്ച് നവോമി പറയുകയാണ്, നിങ്ങൾ മാതൃഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുവേൻ. മരിച്ചവരോടും എന്നോടും നിങ്ങൾ കരുണ കാണിച്ചു. കർത്താവ് നിങ്ങളോടും കരുണ കാണിക്കട്ടെ. അങ്ങനെ ഭർത്താക്കന്മാർ മരിച്ച 3 പേരും അവർ 3 പേരും ഒരുമിച്ച് കൂടി പിരിയുന്ന ഒരു സമയത്തിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. ഇവിടെ നവോമി മക്കളോട് സ്വന്തം ഭവനങ്ങളിലേക്ക് പോകുവാനായി പറയുകയാണ്. ഇവിടെ മൊവാബ്യരാണ് റൂത്തും ഓർഫായും. ഇസ്രായേൽക്കാരിയായ നവോമി തിരിച്ച് സ്വന്തം ദേശത്തേക്ക് പോവുകയാണ്. നവോമിക്ക് വ്യക്തമായിട്ട് അറിയാം, ഇസ്രായേൽ ദേശത്തേക്ക് മൊവാബ്യരായി മക്കളെയും കൂട്ടിച്ചെന്നാൽ അവിടെ അവർക്ക് ഒത്തിരിയേറെ കഷ്ടതകളെ നേരിടേണ്ടതായിട്ട് വരുമെന്ന്. അതുകൊണ്ട് നല്ല അമ്മയായ നവോമി മക്കൾക്ക് തങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനുള്ള അവസരം നൽകിക്കൊണ്ട് പറയുകയാണ്. 9-ാം വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. വീണ്ടും വിവാഹം ചെയ്ത് കുടുംബജീവിതം നയിക്കാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവൾ അവരെ ചുംബിച്ചു.
അമ്മായി അമ്മ മക്കളെ രണ്ടുപേരെയും ചുംബിക്കുകയാണ്. അവർ പൊട്ടിക്കരഞ്ഞു. അവർ പൊട്ടിക്കരഞ്ഞു. അവർ ഒരുമിച്ച് അവിടെ ഒരു സ്നേഹത്തിന്റെ കൂട്ടായ്മയെ നമ്മൾ കാണുന്നത്. മൂന്നു പേരും അവരുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ, സഹനങ്ങൾ സ്വീകരിച്ചവരാണ്. എന്നാൽ അവർ പരസ്പരം അവിടെ ഒരു ശക്തിയായി നിൽക്കുകയാണ്. അമ്മായിയമ്മ മക്കളെ പുതിയൊരു ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്നതാണ് നമ്മൾ അവിടെ കാണുന്നത്. എത്ര സ്നേഹത്തോടെയാണ് അവർ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് അവിടെ പിരിയാനായി നോക്കുന്ന ഒരു അവസരം. അതാണ് നമ്മൾ വായിച്ചു കേട്ടത്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ അമ്മായി അമ്മ എന്ന നിലയിൽ നവോമി എടുത്ത ഒരു നിലപാട്, തന്റെ മക്കളെ അവരെ സ്നേഹിച്ച് അവരെ കരുതി അവരെ പുതിയൊരു ജീവിതത്തിലേക്ക് പറഞ്ഞയക്കുന്ന ഒരു നല്ല അമ്മയെ നമ്മൾ അവിടെ കാണുന്നേ. പരിശുദ്ധ ബൈബിളിൽ നവോമിയെ കുറിച്ച് ഇപ്രകാരം വളരെ വിശദമായി തന്നെ നമ്മളെ പഠിപ്പിച്ചു തരുമ്പോൾ അതിന്റെ പിന്നിൽ കർത്താവിന് വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ട്. നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ എടുക്കേണ്ട ചില നിലപാടുകൾ നവോമിയിലൂടെ കർത്താവ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇവിടെ വളരെ സ്നേഹത്തോടെ വളരെ കരുതലോടെ തന്റെ മരുമക്കളോട് പെരുമാറുന്ന ഒരു അമ്മായിയമ്മയെ കർത്താവ് നമുക്ക് മുൻപിൽ കാണിച്ചു തരുന്നത്. തുടർന്ന് എന്താ സംഭവിക്കുന്നതെന്ന് പരിശുദ്ധ വചനം വ്യക്തമായി പറയുന്നുണ്ട്. നവോമി തന്റെ മരുമക്കളോട് തിരിച്ചു പൊയ്ക്കൊള്ളാൻ പറയുമ്പോൾ ഓർഫ സ്വന്തം നാട്ടിലേക്ക്, സ്വന്തം വീട്ടിലേക്ക് മടങ്ങി പോവുകയാണ്. എന്നാൽ റൂത്ത് തന്റെ അമ്മായിയമ്മയോട് ചേർന്ന് മുന്നോട്ടുള്ള തന്റെ ജീവിതം കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. അവൾ ആ ആഗ്രഹം തുറന്നു പറയുന്നുണ്ട്. അവൾ പറയുന്നതിലെ ഒരു വാചകം വളരെയേറെ ശ്രദ്ധേയമാണ്. 1-ാം അധ്യായം അവിടെ 16-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് പരിശുദ്ധ വചനം ഇപ്രകാരമാണ് പറയുന്നത്: അമ്മയുടെ ചാർച്ചക്കാർ എന്റെ ചാർച്ചക്കാരും എന്റെ ചാർച്ചക്കാരും അമ്മയുടെ ദൈവം എന്റെ ദൈവവുമായിരിക്കും. എന്റെ പ്രിയ സഹോദരങ്ങളെ, റൂത്ത് നവോമിയോട് കൂടെ ബെത്ലഹേം ദേശത്തേക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. വളരെ ഉറച്ച ഒരു തീരുമാനമായിരുന്നു. എന്നാൽ ഈ തീരുമാനത്തിന്റെ ഒപ്പം അവൾ എടുത്ത ചില നിലപാടുകൾ ഉണ്ടായിരുന്നു. അവിടെ അവൾ പറയുന്ന ഒരു വാചകം അമ്മയുടെ ദൈവം എന്റെ ദൈവമായിരിക്കുമെന്ന്. ഇവിടെ റൂത്തിനെ സത്യദൈവത്തിലേക്ക് നയിച്ചത് ആരാണ്? എന്റെ പ്രിയ സഹോദരങ്ങളെ, സത്യദൈവത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതും ആ ദൈവം എന്താണെന്നും ദൈവത്തിന്റെ പ്രത്യേകതകൾ എന്താണെന്നും ആ ദൈവത്തിന്റെ നിയമങ്ങളും ആചാരങ്ങളും അതൊക്കെ എന്താണെന്ന് റൂത്തിന് ബോധ്യമാക്കി കൊടുത്തത് ആരാണ്? അവളുടെ അമ്മായിയമ്മയായ നവോമിയായിരുന്നു. നവോമിയുടെ ദൈവമായിരിക്കും തന്റെ ദൈവമെന്ന് റൂത്ത് അവിടെ ഏറ്റു പറയുകയാണ്. റൂത്തിനെ, തന്റെ മരുമകളെ സത്യദൈവത്തിലേക്ക് നയിച്ചത്, ദൈവത്തെക്കുറിച്ചുള്ള അറിവിന്റെ ആഴങ്ങളിലേക്ക് നയിച്ചത് അവളുടെ അമ്മായിയമ്മയായ നവോമിയായിരുന്നു. നമ്മളുടെ കുടുംബങ്ങളിലും നമ്മൾ സ്വീകരിക്കേണ്ട ഒരു അഭിഷേകമാണത്. മരുമക്കളെയും മക്കളെയും ഒക്കെ ദൈവത്തിലേക്ക് കൂടുതലായി ആഴപ്പെടുത്തുന്ന, ദൈവസ്നേഹത്തിൽ ഉറപ്പിക്കുന്ന ഒരമ്മയെ നമ്മൾ കാണുന്നത്. സുഭാഷിതങ്ങൾ 14-ാം അധ്യായം 1-ാം വാക്യം നമുക്കറിയാം, നമ്മുടെ പ്രോഗ്രാമിന്റെ കീ വേഴ്സ് ആണ്. അവിടെ പരിശുദ്ധ വചനം പറയുന്നുണ്ട്, ജ്ഞാനമുള്ള സ്ത്രീ ഭവനം പണിതുയർത്തുന്നു എന്ന്. ഇവിടെ നവോമി അവളുടെ ഭവനത്തെ പണിതുയർത്തുന്ന ഒരു ജ്ഞാനമുള്ള സ്ത്രീയായി മാറുകയായിരുന്നു. തകർന്ന് തരിപ്പിണമായി എന്ന് തന്നെ നമുക്ക് പറയാവുന്ന ആ ഒരു കുടുംബത്തെ നവോമിയിലൂടെ കർത്താവ് പുനരുദ്ധരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. തുടർന്ന് ആ കുടുംബം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നവോമിയും റൂത്തുമാണുള്ളത്. അവർ എപ്രകാരം കർത്താവിന്റെ ആ കരുതലിന്റെ തണൽ കീഴിൽ എപ്രകാരം ഒരു കുടുംബമായി വളർന്നു വലുതാകുന്നതാണ് നമ്മൾ കാണുന്നത്. തുടർന്ന് നമ്മൾ കാണുന്നുണ്ട്, റൂത്തും നവോമിയും ബെത്ലഹേമിലേക്ക് എത്തുകയാണ്. റൂത്തിനെ സംബന്ധിച്ചിടത്തോളം പുതിയ ദേശമാണ്. അവിടുത്തെ അനുഷ്ഠാനങ്ങളോ അവിടുത്തെ സംസ്കാരമോ ഒന്നും റൂത്തിന് യാതൊരു പരിചയവുമില്ല. എന്നാൽ തന്റെ മകളെ ഓരോ സ്റ്റെപ്പിലും നയിക്കുന്ന, ഗൈഡ് ചെയ്യുന്ന, അവൾക്ക് വേണ്ടുന്നതായ എല്ലാ ഉപദേശങ്ങളും നൽകി അവളെ കൈ പിടിച്ച് നടത്തുന്ന ഒരു അമ്മായിയമ്മയെ നമ്മൾ പരിശുദ്ധ ബൈബിളിൽ കണ്ടുമുട്ടുന്നത്. തുടർന്ന് 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ റൂത്തിന് വേണ്ടുന്നതായതെല്ലാം നവോമി പറഞ്ഞു കൊടുക്കുകയാണ്. റൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 22-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ റൂത്ത് പുതിയ സ്ഥലത്ത് വന്ന് അവിടെ പോയി ജോലി ചെയ്യുകയാണ്. അവർക്ക് വേണ്ടുന്ന ഭക്ഷിക്കാൻ ആവശ്യമായ കാര്യങ്ങളെല്ലാം അതിന്റെ ക്രമീകരണങ്ങൾ നടത്തുകയാണ്.
അപ്പോൾ പോകുന്ന വഴിക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നവോമി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. 22 വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നവോമി മരുമകളോട് പറഞ്ഞു, നവോമി മരുമകളോട് പറഞ്ഞു, മറ്റു വയലുകളിൽ പോയി ശല്യമേൽക്കാൻ ഇടയാകാതെ മറ്റു വയലുകളിൽ പോയി ശല്യമേൽക്കാനിടയാകാതെ നീ അവന്റെ ദാസിമാരോട് കൂടെ പോകുന്നതാണ് നല്ലത്. നീ അവന്റെ ദാസിമാരോട് കൂടെ, അതായത് അവർക്ക് പരിചിതമായ ഒരു വ്യക്തിയെ അവർ കണ്ടുമുട്ടുന്നുണ്ട്, അവരുടെ വയലിലേക്ക് അവരുടെ കൂടെ പോവുക. അപ്പോൾ നിനക്ക് ശല്യമേൽക്കുകയില്ല, നിനക്ക് അപകടം ഉണ്ടാവുകയില്ല. അങ്ങനെ തന്റെ മരുമകൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു കൊടുക്കുന്ന, ഉപദേശം നൽകി അവളെ നയിക്കുന്ന, അവൾ പോകേണ്ട വഴി, എതിലേ പോണം, എങ്ങനെ പോണം, എല്ലാം നവോമി അവിടെ പറഞ്ഞു കൊടുക്കുന്നതാ നമ്മൾ കാണുന്നത്. തുടർന്ന് വീണ്ടും 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ 1-ാം വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നവോമി റൂത്തിനോട് പറഞ്ഞു, നവോമി റൂത്തിനോട് പറഞ്ഞു, മകളെ മകളെ, സന്തുഷ്ടമായ കുടുംബജീവിതത്തിൽ നിന്നെ പ്രവേശിപ്പിക്കുക എന്റെ കടമയല്ലേ. എന്റെ കടമയല്ലേ. തന്റെ ഉത്തരവാദിത്വം എന്തെന്ന്, കർത്താവ് തന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്തെന്ന് തിരിച്ചറിഞ്ഞ് അതിനു വേണ്ടുന്നതായ സ്റ്റെപ്പുകൾ എടുക്കുന്ന ഒരമ്മ, ആ അമ്മയെ നമ്മൾ അവിടെ കണ്ടുമുട്ടുന്നത്. നവോമിക്ക് റൂത്തിനെ അങ്ങനെ കൃത്യമായ ഒരു ജീവിതത്തിലേക്ക് എത്തിച്ച് അവൾക്ക് വേണ്ടുന്നതായ സന്തോഷങ്ങൾ പകർന്നു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ കർത്താവ് തന്നിൽ നിന്ന് അത് പ്രതീക്ഷിക്കുന്നുണ്ടെന്നറിഞ്ഞ് നവോമി അതിനു വേണ്ടുന്നതായ എല്ലാ സ്റ്റെപ്പുകളും അവിടെ എടുക്കുകയാണ്. റൂത്തിനെ അതനുസരിച്ച് അതിനു വേണ്ടുന്നതായ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് അവളെ നയിച്ചു കൊണ്ടുപോവുകയാ ചെയ്യുന്നേ. ഈ റൂത്താകട്ടെ നവോമി പറഞ്ഞു കൊടുത്തത് അനുസരിച്ച് പ്രവർത്തിച്ചു എന്ന പരിശുദ്ധ വചനം പറയുന്നേ. അങ്ങനെ നവോമിയുടെ ഗൈഡൻസിന്റെ കീഴിൽ റൂത്ത് പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സന്തുഷ്ടമായ, നവോമി ആഗ്രഹിച്ചതുപോലെ, നവോമി ഏറ്റുപറഞ്ഞതുപോലെ സന്തുഷ്ടമായ ഒരു കുടുംബ ജീവിതത്തിലേക്ക് റൂത്ത് പ്രവേശിക്കുകയാണ്. അതിന്റെ പിന്നിൽ വലിയൊരു റോള് പങ്കുവെച്ചത് നവോമിയായിരുന്നു. എല്ലാ വിധത്തിലും സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരത്തിലും പ്രവൃത്തിയിലും എല്ലാം തന്റെ മരുമകളോട് ചേർന്ന് നിൽക്കുന്ന, അവളുടെ നന്മ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന നവോമിയെ നമ്മൾ കാണുന്നത്. കുടുംബജീവിതത്തിലെ ബന്ധങ്ങൾക്ക് ഒത്തിരിയേറെ പ്രാധാന്യം റൂത്തിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പരിശുദ്ധ വചനം എപ്രകാരമാണ് കുടുംബജീവിതത്തിലെ ഓരോ ബന്ധങ്ങളും മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. കർത്താവിന്റെ ഹിതം എന്താണെന്ന് പരിശുദ്ധ വചനത്തിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. എന്നാൽ ഈ ആഹ്വാനങ്ങൾക്കനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ വേണ്ട ക്രമീകരണങ്ങൾ വരുത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നവോമി എന്ന അമ്മായിയമ്മ, റൂത്ത് എന്ന മരുമകൾ, എന്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഇവരൊക്കെ നൽകുന്ന ഒരു മാതൃക നമ്മൾ എത്രമാത്രം സ്വീകരിച്ചിട്ടുണ്ട്? ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമുക്കറിയാം കുടുംബജീവിതം എത്രമാത്രം വെല്ലുവിളികളെയാ നേരിടുന്നതെന്ന്. ആ ഒരു റോളിലേക്ക് കൃത്യമായി കയറി നിൽക്കാൻ നമുക്ക് സാധിച്ചാൽ, പരിശുദ്ധ വചനം നമുക്ക് നൽകുന്ന മാതൃകകള്, ആഹ്വാനങ്ങള്, ഇതൊക്കെ തിരിച്ചറിഞ്ഞ് സ്വന്തമാക്കിയാൽ നമ്മുടെ കുടുംബജീവിതങ്ങൾ ഇപ്രകാരം തകരുമോ? എത്രയോ വിഷമിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന വ്യക്തികളുണ്ട്. അമ്മമാരാകാം, സഹോദരിമാര്, മക്കള്, മരുമക്കള്, അമ്മായിയമ്മമാര്. എന്തുകൊണ്ടാണ് നമ്മുടെ കുടുംബജീവിതത്തിൽ ഇതുപോലത്തെ തകർച്ചകൾ നമ്മൾ നേരിടുന്നത്? പരിശുദ്ധ വചനം നമുക്ക് നൽകുന്ന ആഹ്വാനങ്ങൾ, ഉപദേശങ്ങൾ, മാതൃകകൾ, അത് നമ്മൾ പഠിക്കുന്നുണ്ടോ? അത് നമ്മൾ പാലിക്കുന്നുണ്ടോ? നമ്മൾ നമ്മെ തന്നെ വിലയിരുത്തുക. റൂത്തിനെ പോലെ, നവോമിയെ പോലെ ഇത്ര ശ്രേഷ്ഠമായ ജീവിതങ്ങളാ കർത്താവ് നമുക്ക് മുൻപിൽ നൽകിയിരിക്കുന്നത്. ഇവരിൽ മാത്രം ഒതുങ്ങുന്നില്ല. നമുക്ക് തോബിത്തിന്റെ പുസ്തകത്തിലേക്ക് ഒന്ന് കടന്നു വരാം. ഇതുപോലെ തന്നെ കുടുംബ ജീവിതത്തിന് വളരെയേറെ പ്രാധാന്യം നൽകുന്ന, ബന്ധങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യം നൽകുന്ന ഒരു പുസ്തകമാണ് തോബിത്തിന്റെ പുസ്തകം. അവിടെ തോബിത്തിന്റെ പുസ്തകം 10-ാം അധ്യായം 12-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം നമ്മൾ നേരത്തെ കേട്ടതാണ്. അവിടെ അപ്പൻ വിവാഹം കഴിഞ്ഞ് മകളോട് പറയുന്ന ഭാഗമാണത്. നമുക്ക് ആ വചനം ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. അവൻ പുത്രിയോട് പറഞ്ഞു, അപ്പനായ രഘുവേൽ പുത്രിയായ സാറയോട് പറയുകയാണ്, നിന്റെ ഭർത്താവിന്റെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക. നിന്റെ ഭർത്താവിന്റെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക. ഇവിടെ ഇൻലോസിന് നമ്മൾ നൽകേണ്ട പ്രാധാന്യം, ഭർത്താവിന്റെ മാതാപിതാക്കന്മാരെ
സ്വന്തം മാതാപിതാക്കന്മാരായി സ്വീകരിക്കുന്ന ആ ഒരു വിശേഷ സ്വഭാവം, അതിനാണ് പരിശുദ്ധ വചനം ഇവിടെ പ്രാധാന്യം നൽകുന്നത്. തുടർന്ന് വിവാഹം കഴിഞ്ഞ് സാറ ഭർത്താവിന്റെ ഗൃഹത്തിലേക്ക് എത്തുകയാണ്. അവിടെയും നമ്മൾ കാണുന്ന ഒരു പ്രത്യേകതയുണ്ട്. 11-ാം അധ്യായം 16-ാം വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അവിടെ മരുമകളെ സ്വീകരിക്കുവാൻ ഓടിയെത്തുന്ന ഒരു അമ്മായിയപ്പനെ നമ്മൾ കാണുന്നത്. നമുക്ക് പരിശുദ്ധ വചനം ശ്രവിക്കാം. തോബിത്ത് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മരുമകളെ സ്വീകരിക്കാൻ നിനവേ നഗരത്തിന്റെ കവാടത്തിലേക്ക് പുറപ്പെട്ടു. തന്റെ മരുമകളെ സ്വീകരിക്കുവാനായി സന്തോഷത്തോടെ ഓടിയെത്തുന്ന ഒരു അമ്മായിയപ്പനെയാ പരിശുദ്ധ വചനം നമുക്ക് മുൻപിൽ കാണിച്ചു തരുന്നത്. തുടർന്ന് 17-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് അമ്മായി അപ്പനായ തോബിത്ത് മരുമകളായ സാറയോട് പറയുന്ന ഒരു വാക്യമുണ്ട്. അവൻ തന്റെ മരുമകൾ സാറായുടെ അടുത്തെത്തി അവളെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, മകളെ സ്വാഗതം. നിന്നെ ഞങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്ന ദൈവം വാഴ്ത്തപ്പെടട്ടെ. ആ മരുമകളായ സാറയെ സംബന്ധിച്ചിടത്തോളം ഈ വാക്കുകൾ അവൾക്ക് നൽകിയ ശക്തി അത് എത്ര മാത്രമായിരിക്കും. വലിയ ആഘോഷങ്ങളും വലിയ സമ്പത്തിന്റെ ആ ഒരു പ്രകടനങ്ങളും ഒന്നുമല്ല, അമ്മായിയപ്പന്റെ അധരത്തിൽ നിന്ന് വരുന്ന ആ ഒരു സ്വാഗതത്തിന്റെ വാക്കുകൾ, അതായിരിക്കും ആ മരുമകൾക്ക് ലഭിച്ച ഏറ്റവും വലിയ സമ്മാനം. ഇതുപോലെ ഒത്തിരിയേറെ കുടുംബ ബന്ധങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെ കുറിച്ച് വളരെ വ്യക്തത നമുക്ക് പരിശുദ്ധ വചനം നൽകുന്നുണ്ട്. നമ്മൾ പഠിച്ചതാണ് പല ഭാര്യ ഭർത്താക്കന്മാരെ കുറിച്ചും. ആദം ഹവ്വായിൽ നിന്ന് തുടങ്ങി പരിശുദ്ധ ബൈബിളിൽ ഉടനീളം ഒത്തിരിയേറെ ദമ്പതികളെ നമ്മൾ കാണുന്നുണ്ട്. അവരിലൂടെ എല്ലാം കർത്താവ് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. വാണിങ്ങുകളാകാം, നമ്മൾ ശ്രദ്ധിക്കേണ്ട മേഖലകളാകാം, അവരെ മാതൃകകളാക്കേണ്ട മേഖലകളാകാം, എന്തുമായിക്കൊള്ളട്ടെ, കർത്താവ് ഇവരെ എല്ലാം നമ്മുടെ മുൻപിൽ നിർത്തിയിരിക്കുമ്പോൾ നമ്മുടെ കുടുംബ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് കർത്താവ് വരച്ചു കാണിക്കുകയാണ്. ഹന്ന എൽക്കാന ദമ്പതികൾ വളരെ ശ്രേഷ്ഠമായ ഒരു വാക്യം അവർ പറയുന്നുണ്ട്. എൽക്കാന വളരെ വിഷമിച്ചിരിക്കുന്ന തന്റെ ഭാര്യ ഹന്നയോട്, മക്കളില്ലാതെ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുന്ന ഭാര്യയോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിനക്ക് ഞാൻ 7 പുത്രന്മാരെക്കാൾ ഉപരിയല്ലേ എന്ന്. സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ എൽക്കാന ഇപ്രകാരം പറയുകയാണ്, ഹന്ന എന്തിനാണ് നീ കരയുകയും ഭക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നത്? എന്തിന് ദുഃഖിക്കുന്നു? ഞാൻ നിനക്ക് 10 പുത്രന്മാരിലും ഉപരിയല്ലേ? ദാമ്പത്യ ജീവിതത്തിന്റെ, ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ ആ ഒരു ആഴങ്ങളിലേക്ക് പോകുന്ന വചനങ്ങളാണ് അതൊക്കെ. പരസ്പരം പ്രോത്സാഹിപ്പിച്ച് താങ്ങായി തുണയായി കുടുംബ ജീവിതത്തിൽ എല്ലാ ബന്ധങ്ങളും, മക്കൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ തമ്മിൽ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ, ഇൻലോസ് തമ്മിൽ ഒക്കെയുള്ള ബന്ധങ്ങളുടെ ആഴങ്ങൾ പരിശുദ്ധ വചനം നമുക്ക് വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. എന്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് മുൻപിൽ നൽകിയിരിക്കുന്ന ഈ ആഹ്വാനങ്ങളെ വെറുതെ ലാഘവത്തോടെ നമ്മൾ കാണരുത്. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുവർത്തിക്കാനായിട്ടാണ് കർത്താവ് ഇതെല്ലാം എഴുതി നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. കർത്താവ് നൽകുന്ന ആഹ്വാനങ്ങൾ ജ്ഞാനത്തോടെ, വിവേകത്തോടെ കണ്ടുപിടിച്ച് നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കാൻ ആ ഒരു വിളിയ ഇന്ന് റൂത്തിലൂടെയും നവോമിയിലൂടെയും കർത്താവ് നമുക്ക് നൽകുന്നത്. കർത്താവ് നൽകുന്ന ഈ ആഹ്വാനങ്ങൾ സ്വന്തമാക്കി നമ്മുടെ കുടുംബ ജീവിതങ്ങളെ നമുക്ക് പണിയാം. ജ്ഞാനമുള്ള സ്ത്രീകളായി, ഭവനങ്ങളെ പണിതുയർത്തുന്ന ജ്ഞാനം പ്രാപിച്ച സ്ത്രീകളായി നമുക്ക് ഓരോരുത്തർക്കും മാറാം. ജ്ഞാനത്തോടെ ഭവനത്തിൽ മുന്നേറാൻ സാധിച്ചില്ലെങ്കിൽ അത് നമ്മുടെ ഭവനത്തിന് നാശത്തിന് കാരണമായി തീരുമെന്ന പരിശുദ്ധ വചനം പറയുന്നത്. അതുപോലെ ഒത്തിരിയേറെ ജീവിതങ്ങളിലൂടെ പരിശുദ്ധ വചനം അത് നമുക്ക് കാണിച്ചു തരുന്നുമുണ്ട്. നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ കുടുംബ ജീവിതങ്ങളെ കർത്താവിന് നമുക്ക് ഭരമേൽപ്പിക്കാം. കർത്താവ് തന്ന നമ്മുടെ കുടുംബ ബന്ധങ്ങളെ നമുക്ക് ശ്രേഷ്ഠമായി കരുതി എന്തു വില കൊടുത്തും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശക്തിയോടെ, സ്നേഹത്തോടെ നമ്മുടെ കുടുംബ ജീവിതത്തിൽ മുന്നേറുവാൻ ആ ഒരു കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നൽകിയ ഈ ആഹ്വാനങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട്, നന്ദിയുള്ള ഹൃദയത്തോടെ
നമ്മുടെ കുടുംബ ബന്ധങ്ങളെ കർത്താവിനെ ഏൽപ്പിച്ചുകൊണ്ട് കുടുംബ ബന്ധങ്ങളിൽ ആഴത്തോടെ സ്നേഹത്തോടെ മുന്നേറുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. കർത്താവേ, ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ പണിയണമേ കർത്താവേ. അവിടെയുള്ള എല്ലാ കുറവുകളെയും നികത്തണമേ കർത്താവേ. അങ്ങയുടെ കൃപയാൽ എല്ലാ കുറവുകളെയും നിറവുകളാക്കി സ്നേഹത്തോടെ മുന്നേറുവാനുള്ള കൃപ കർത്താവേ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. പുതിയൊരു ജീവിതം ഇനി ഞങ്ങൾ പണിയും ദൈവകൃപയാലേ. പുതിയൊരു ജീവിതം ഇനി ഞങ്ങൾ പണിയും ദൈവകൃപയാലേ. കർത്താവിന്നും വാഴുന്ന ഭവനമൊരുക്കിയിടും ഞങ്ങൾ സ്വർഗമൊരുക്കിയിടും. കർത്താവിന്നും വാഴുന്ന ഭവനമൊരുക്കിയിടും ഞങ്ങൾ സ്വർഗമൊരുക്കിയിടും. കർത്താവേ, ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. കർത്താവ് വാഴുന്ന ഭവനങ്ങളാക്കി, കർത്താവ് വാഴുന്ന ബന്ധങ്ങളാക്കി ഞങ്ങളുടെ കുടുംബങ്ങളെ രൂപപ്പെടുത്തണമേ കർത്താവേ. അഭിഷേകം ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥന ഇനിമേൽ മുടങ്ങില്ല, വചനധ്യാനം നിർത്തില്ല. പ്രാർത്ഥന ഇനിമേൽ മുടങ്ങില്ല, വചനധ്യാനം നിർത്തില്ല. സ്നേഹത്തോടെയല്ലാതെ പെരുമാറുകയില്ല, സ്നേഹത്തോടെയല്ലാതെ പെരുമാറുകയില്ല. ഒരു ജീവിതം ഇനി ഞങ്ങൾ പണിയും ദൈവകൃപയാലേ. ഒരു ജീവിതം ഇനി ഞങ്ങൾ പണിയും ദൈവകൃപയാലേ. കർത്താവിന്നും വാഴുന്ന ഭവനമൊരുക്കിയിടും ഞങ്ങൾ സ്വർഗമൊരുക്കിയിടും. കർത്താവിന്നും വാഴുന്ന ഭവനമൊരുക്കിയിടും ഞങ്ങൾ സ്വർഗമൊരുക്കിയിടും ഞങ്ങൾ സ്വർഗമൊരുക്കിയിടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെ അഭിഷേകം ചെയ്യണമേ. മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധങ്ങളെ അഭിഷേകം ചെയ്യണമേ കർത്താവേ. അങ്ങ് ആഗ്രഹിക്കുന്ന വിധം ഞങ്ങളുടെ കുടുംബം മുന്നോട്ട് പോകുവാനുള്ള കൃപ ആ ഒരു അഭിഷേകത്തിലേക്ക് ഞങ്ങൾ ഉയർത്തണമേ എന്ന് ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ കുടുംബ ബന്ധങ്ങളെ നമുക്ക് രൂപപ്പെടുത്താം. ശക്തമായ സ്നേഹത്തിൽ ആഴപ്പെട്ട ബന്ധങ്ങളാക്കി ആ ഒരു കൃപ ലഭിക്കുവാൻ നമുക്ക് അഭിഷേകത്തിനായി പ്രാർത്ഥിക്കാം. കർത്താവ് നൽകിയ ആഹ്വാനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വന്തമാക്കി ഏറ്റെടുത്ത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. നമ്മുടെ അടുത്ത ആഴ്ച, അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കർത്താവ് പറയുന്ന ആഹ്വാനവുമായി ഒരുമിച്ച് വരാം. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9495219811. ഞങ്ങളുടെ ഇമെയിൽ priscilla@gmail.com. ഞങ്ങളുടെ അഡ്രസ് പ്രിഷില്ല ഷെക്കിന ന്യൂസ്, താളിക്കോട്, പട്ടിക്കാട് PO, തൃശൂർ, കേരള 680652. Empowering women in Christ.